ഒറ്റപ്പാലത്ത് അർദ്ധരാത്രി നാടിനെ നടുക്കി ഇരട്ടക്കൊല. നഗരത്തിന്റെ സമീപം തോട്ടക്കരയിൽ മരുമകൻ വൃദ്ധ ദമ്പതികളെ കുത്തിക്കൊലപ്പെടുത്തി. വളർത്തുമകളുടെ ഭർത്താവ് മുഹമ്മദ് റാഫി അറസ്റ്റിൽ. തോട്ടക്കര നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ വളർത്തുമകൾ സുൽഫിയത്തിന്റെ മകൻ 3 വയസ്സുകാരനായ മുഹമ്മദ് ഇഷാനെ ഗുരുതര പരിക്കുകളോടെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിങ്ങൾ മെനക്കെട്ടിട്ടാണ് അവനെ കിട്ടിയത്. നിങ്ങൾ മെനക്കെട്ടിട്ട് അത് കിട്ടിയത് നശിപ്പിക്കല്ലേ. കേസിൽ സുൽഫിയത്തിന്റെ ഭർത്താവ് പൊന്നാനി വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് റാഫി എന്ന 30-കാരനാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. അർദ്ധരാത്രി 12ഓടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. വീടിന് പിറകുവശത്തെത്തിയ റാഫി പിറകിലേക്ക് വന്ന നസീറിനെയും സുഹറയും കുത്തുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്ന സുൽഫിയത്തിനരികിലെത്തിയ റാഫിയെ കണ്ട് ഓടിയെത്തിയ ഇഷാനെയും കുത്തുകയായിരുന്നു. കുട്ടിയെ എടുത്ത് ഓടി രക്ഷപ്പെട്ട സുൽഫിയത്താണ് നാട്ടുകാരെ വിവരമറിയിക്കുന്നത്. മുഹമ്മദ് റാഫി കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പോലീസ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ടു. പ്രദേശത്തെ പള്ളിക്കാട്ടിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് പുലർച്ചെ 4ഓടെയാണ് പ്രതിയെ പിടികൂടിയത്. നിങ്ങൾ മെനക്കെട്ടിട്ടാണ് അവനെ കിട്ടിയത്. നിങ്ങൾ മെനക്കെട്ടിട്ട് അത് കിട്ടിയത് നശിപ്പിക്കല്ലേ. സാറാ പോക്കറ്റിൽ എന്തുണ്ട്? വണ്ടി എടുത്തിട്ടോ? വെട്ടേറ്റ കുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:57 കിട്ടി എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടുന്നു. അപ്പോൾ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനും ഉപ്പാനും വെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി. ഞമ്മളെ വന്നു നോക്കണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരുണ്ട്. അപ്പോൾ അവൻ വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് ഇതിനും സ്ത്രീ ഓടിപ്പോയിട്ടുണ്ടാകും. അതൊന്നും എനിക്കറിയില്ല. അപ്പത്തിനും ഒറ്റപ്പാലം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വരുന്ന കണ്ടു. അപ്പോൾ ഇവനിവിടെ കണ്ടു. അവിടെ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പുറത്തെ പള്ളിത്തൊടിയിലേക്ക് ചാടുന്നു. പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത്. പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ വേഗം ആ പെൺകുട്ടീനെ ആ കുഞ്ഞെ കുട്ടീനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ ഷർട്ട് കൊണ്ടു നോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. കുട്ടിയുടെ കഷത്ത് നല്ലൊരു മുറിവുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി തിരിച്ച് പോലീസിൻ്റെ ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസും ഞങ്ങളൊക്കെ പാടെ വന്ന് നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ 2 ഉമ്മയെയും കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. റാഫിയും സുൽഫിയത്തും തമ്മിൽ വിവാഹമോചന കേസ് നടക്കുകയാണ്. ഇതിന്റെ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.